ഈ പദ്ധതി വേണ്ട എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മരവിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് റദ്ദാവും എന്ന അതിനെങ്ങനെയാണ് നിയമസാധുത? എന്താണ് നിയമസാധുത ഇല്ലാത്തത്? MOU പദ്ധതിയുടെ വ്യവസ്ഥ തന്നെ അതല്ലല്ലോ. അല്ല, പദ്ധതിയിൽ അതിനകത്ത് അത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന ഒരു പോയിന്റ് അല്ല ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനത്തെ ചോദ്യം ഉണ്ടോ? തുടർ ചോദ്യം ഇല്ല, ഉണ്ട്. അതും കൂടി ചോദിച്ചോ. ഈ പദ്ധതിയിൽ 30 ദിവസത്തെ നോട്ടീസ് കൊടുത്തിട്ട് പിന്മാറാം MOU-ൽ. ആർക്ക് പിന്മാറാം? ആര് പറയും? MOU എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടികൾ തമ്മിൽ ഒപ്പിടുന്നല്ലേ? പിന്മാറാൻ കഴിയില്ല എന്നുള്ളത് ആ വ്യവസ്ഥയിൽ തന്നെയുണ്ട്. അത് പിന്മാറണമെങ്കിൽ അതിനുള്ള അവകാശം അത് കേന്ദ്ര സർക്കാരിനാണ്. രണ്ടാമതൊന്നുള്ളത്, ഒരു സംസ്ഥാനവും കേന്ദ്ര സർക്കാരും തമ്മിൽ ആശയവിനിമയത്തിലൂടെ എന്തെങ്കിലും തരത്തിലുള്ള ഭേദഗതികൾ വരുത്താം എന്നുള്ളത് ആ വ്യവസ്ഥയിലുണ്ട്. പക്ഷെ അതിനുള്ള എന്തെങ്കിലും ഒരു സിംഗിൾ സ്റ്റെപ്പെങ്കിലും സംസ്ഥാന സർക്കാർ, അന്ന് കേരളം ഭരിച്ച സംസ്ഥാന സർക്കാർ എടുത്തിരുന്നു. മൂന്നാമത്തെ ചോദ്യം, ഇതിനകത്ത് ഈ ഒരു പദ്ധതിയിൽ ഒപ്പിടുമ്പോൾ ഈ SSK ഫണ്ടിനപ്പുറത്തേക്ക് ഈ പറയുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയമായി പറയുന്ന ഈ കാവ്യവൽക്കരണം വിദ്യാഭ്യാസ മേഖലയിലെ അത് ചെറുക്കാൻ വേണ്ട എന്ത് മുൻകരുതലാണ് LDF സർക്കാർ അന്ന് എടുത്തത്? LDF സർക്കാർ ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. ഒന്നാമത്തെ കാര്യം. അല്ല, നിങ്ങൾ പറഞ്ഞ ഞാൻ മറുപടി പറയാം. അത് പറ്റില്ല. രാഷ്ട്രീയ തീരുമാനം എടുത്ത് പിന്മാറിയതല്ലേ? ഇതിനകത്ത് മുന്നണിക്കകത്ത് വലിയ നഷ്ടങ്ങൾ ഉണ്ടായതല്ലേ? ശേഷം തെരഞ്ഞെടുപ്പ് റിവ്യൂ നടക്കും നിങ്ങൾ അതിനകത്ത് വിലയിരുത്തിയതല്ലേ? നിങ്ങൾ ചോദിക്കുന്ന മുഴുവൻ ചോദ്യത്തിനും ഞാൻ മറുപടി പറയും, എത്ര സമയം ഇരുന്നാലും. അപ്പോ ചോദ്യം ചോദിക്കുമ്പോൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വേണം ചോദിക്കാൻ, അല്ലേ? ഇപ്പൊ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. ഈ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ നിർത്തലാക്കുന്നു എന്ന് നവംബർ മാസം 12-ാം തീയതി കേരള സർക്കാർ രേഖാമൂലവും അതിനു മുൻപ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിനിധി സംഘം എന്ന നിലയ്ക്ക് മുഖതാവിലും പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്ന് കേരളം പറഞ്ഞാൽ ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ സൗകര്യമില്ല എന്നാണ് അർത്ഥം. ആ തീരുമാനം കൈക്കൊണ്ടത് കൊണ്ടാണ് പിന്നെ വീണ്ടും ഫണ്ടുകൾ മരവിപ്പിക്കുന്നതിലേക്ക് പോയി. ഫണ്ടിൽ ഇപ്പോ 92 കോടി ആദ്യം പറയുന്നതും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് യഥാർത്ഥത്തിൽ റിലീസ് ചെയ്തിട്ടുള്ളത് 6 കോടിയാണല്ലോ. കേരളത്തിൽ എത്ര കിട്ടാനുണ്ട് പണം? ഈ പദ്ധതിയുമായി ഞങ്ങൾ മുൻപോട്ട് പോകും എന്ന നിലപാട് സ്വീകരിച്ചാലാണ് സമഗ്ര ശിക്ഷയുടെ പോലും ഫണ്ട് തരിക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ സമീപനം. ഗവൺമെന്റ് ഉദ്ദേശിച്ച കാര്യത്തെക്കുറിച്ച് മന്ത്രി ഇതിനോടകം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സമഗ്ര ശിക്ഷയുടെ ഫണ്ട് മരവിപ്പിച്ച് ഒരു നിശ്ചിത ഘട്ടം കഴിഞ്ഞപ്പോൾ വലിയ പ്രതിസന്ധി വന്നു. ശമ്പളം കൊടുക്കാൻ പണമില്ലാതെ വന്നു. പാഠപുസ്തകങ്ങളും യൂണിഫോമും ഉൾപ്പെടെ വിതരണം ചെയ്യുമ്പോൾ കേന്ദ്രത്തിന്റെ വിഹിതം കിട്ടാത്തത് കൊണ്ടുള്ള പ്രതിസന്ധി വന്നു. അപ്പോഴെല്ലാം സംസ്ഥാന ഗവൺമെന്റ് പണമെടുത്ത് ചെലവഴിച്ചു, ഖജനാവിൽ നിന്ന് ചെലവഴിച്ചു. അങ്ങനെ ഒരു ഘട്ടത്തിനപ്പുറം പോകാനാവാത്ത സ്ഥിതി വന്നപ്പോഴാണ് സത്യത്തിൽ PM ശ്രീ പദ്ധതി ആ പദ്ധതി എന്ന നിലയിൽ കേരളത്തിന് ഏതെങ്കിലും തരത്തിൽ വലിയ ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയല്ല. കാരണം നിശ്ചിത സ്കൂളുകളുടെ പശ്ചാത്തല സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടതാണ്. മിക്കവാറും അത്തരത്തിലുള്ള പശ്ചാത്തല സൗകര്യമൊക്കെ ഇവിടെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതാണ്. നമ്മൾ പ്രതിസന്ധിയിലേക്ക് വന്നത് സമഗ്ര ശിക്ഷയുടെ ഫണ്ട് മരവിപ്പിക്കുന്നു എന്ന ഘട്ടത്തിലാണ്. അപ്പോഴാണ് അന്ന് ഒപ്പിടുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ അത് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല എന്ന് എല്ലാ ഘട്ടത്തിലും മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒപ്പിട്ടാൽ സമഗ്ര ശിക്ഷയുടെ ഫണ്ട് റിലീസ് ചെയ്യപ്പെടും എന്ന ഒരു ഘട്ടത്തിലാണ് ഒപ്പിട്ടതെന്നും പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഉടനെ തന്നെ നടപ്പാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഒപ്പിട്ടതിന്റെ തൊട്ടുപുറകെ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ അങ്ങനെ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുമാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോ ഒപ്പിട്ടതിന്റെ സാഹചര്യത്തെ കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് വിശദമായി ചർച്ചയ്ക്ക് പോകുന്നില്ല. ആ സാഹചര്യം വിശദീകരിച്ചു എന്ന് മാത്രം. എന്തായാലും നിങ്ങൾ ഉൾപ്പെടെ, ഇപ്പൊ CPI ഒക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ, നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ച വിമർശനത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ നിന്ന് കണക്കാക്കിക്കോളൂ. നവംബർ 12-ന് കത്ത് കൊടുത്തതും മന്ത്രി നിലപാട് സ്വീകരിച്ചതും. അപ്പോ ഇപ്പോ ഗവൺമെന്റിന്റെ മുൻപിൽ നിൽക്കുന്ന പൊസിഷൻ കേരളം കൊടുത്ത നവംബർ 12-ലെ കത്താണ് കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പാകെ. ഈ MOU നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത്. ഒപ്പം മന്ത്രി ഉൾപ്പെടെ അവിടെ പറഞ്ഞിട്ടുള്ള നിലപാട് ഞങ്ങൾ ഇത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന നിലയാണ്. ഇതിൽ നിന്നുമുള്ള പുറകോട്ട് പോക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് നടപ്പാക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്, അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതാണ് പ്രശ്നം. റദ്ദായി എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. റദ്ദാക്കണം എന്ന് ആവശ്യപ്പെടുന്നു, നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല.
കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഒരു കരാറുണ്ടാക്കിയിട്ട് ഇവരെന്താ തൂക്കിക്കൊല്ലുവോ? ഞങ്ങൾക്ക് നടപ്പാക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പേരിൽ എന്താ കേരളത്തെ പിരിച്ചുവിടുവോ? അതിന് രാഷ്ട്രീയ ആർജവം വേണം. ആ ആർജവം ഞങ്ങൾ കാണിച്ചു. നിങ്ങൾ വിമർശിച്ചോ, ഞങ്ങൾ കാണിച്ചു. അല്ല, അതിനകത്ത് എന്തിനൊപ്പിട്ടു? ഇപ്പൊ മുന്നണിയും മന്ത്രിസഭയും പോലും അറിയാതെ PM ശ്രീ കരാറിൽ ഒപ്പിട്ടു എന്നാണ് CPI നേതൃത്വം പോലും പരസ്യമായിട്ട് നിലപാടെടുത്തതും അവർ വലിയ പ്രതിഷേധം ഉന്നയിച്ചത്. എന്ത് ഘട്ടത്തിലാണ് അത് ഒപ്പിട്ടത്? ഇപ്പോഴും ആ പദ്ധതി അങ്ങനെ നിലനിൽക്കുകയാണ്. ഒരു തരത്തിലും റദ്ദായിട്ടില്ല. ഒരു തരത്തിലുള്ള നിയമസാധുതയും ഈ കൊടുത്തെന്ന് പറഞ്ഞ ഈ കത്തിനില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ അതിനെ ന്യായീകരിക്കുക പൊളിറ്റിക്കലി? നിയമസാധുത എന്ന വാക്ക് പ്രസക്തമാവുക വ്യവഹാരത്തിൽ ഏർപ്പെടുമ്പോഴാണ്, നിയമയുദ്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ്. അല്ല, പറയട്ടെ, നിയമസാധുത എന്ന വാക്ക് പ്രസക്തമാവുക വ്യവഹാരത്തിലാണ്, അല്ലാതെ പ്രസക്തമാവില്ല. കേന്ദ്രവും കേരളവും തമ്മിലൊരു നിയമയുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. ഇത് രാഷ്ട്രീയ നയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. പിന്നെ അന്ന് ഒപ്പിട്ടത് ഏത് സാഹചര്യത്തിൽ, ആരൊക്കെ എതിർത്തു, ഏത് നിലയിൽ ഒപ്പിട്ടു, ഞാൻ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. പോകാത്ത മറ്റൊന്നുകൊണ്ടും അല്ല. അത് ഒട്ടനവധി തവണ വിദ്യാഭ്യാസ മന്ത്രിയും LDFന്റെ നേതൃത്വവും വിശദീകരിച്ച ഒരു കാര്യം, അന്നത്തെ ഒരു കാര്യമാണ്. നിങ്ങൾ വിമർശനം ഉന്നയിച്ചോളൂ. ഞാൻ ഇപ്പോഴത്തെ അതിന്റെ നില പറയുന്നു. ഇപ്പോ PM ശ്രീ പദ്ധതി സംബന്ധിച്ച പൊസിഷൻ, LDFന്റെ പൊസിഷൻ, നവംബർ 12 കത്ത്, മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം നേരിട്ട് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ നിലപാട്, മന്ത്രി അറിയിച്ച രാഷ്ട്രീയ നിലപാട്, 3 മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള UDFന്റെ നേതൃത്വം, മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതൃത്വം മലയാളികൾക്ക് മുൻപാകെ കൊടുത്ത വാക്ക്, ഞങ്ങളിത് അറബിക്കടലിലേക്ക് വലിച്ചെറിയും, ഞങ്ങൾ ഇത് കുഴിച്ചു മൂടും, ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞൊരു കാര്യം. അവർ കുഴിച്ചു മൂടണ്ടെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. LDFനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തന്നെ കുഴിച്ചു മൂടിയതാണ്. അതാണ് നവംബർ 12 കത്ത്. നിങ്ങൾ അതിനെ എടുത്ത് തലയിൽ വെക്കാതിരുന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്. ഒന്ന് ഒപ്പിട്ടു, അതിനുശേഷം മരവിപ്പിക്കുന്നു എന്ന് പറഞ്ഞു, അതിനുശേഷം ഒരു മന്ത്രിസഭാ ഉപസമിതി വെച്ചു. ആ സമിതി ഒരിടത്തും എത്തിയില്ല. ഇപ്പോൾ UDF അത് തന്നെ ചെയ്യുന്നു. മുന്നണിക്കകത്ത് എതിർപ്പുണ്ടാകും, അല്ലെങ്കിൽ മുൻപ് പറഞ്ഞ നയസമീപനങ്ങളോട് യോജിക്കില്ല എന്ന ഘട്ടത്തിൽ അവരും ഒരു മന്ത്രിസഭാ ഉപസമിതി വെക്കുന്നു. ഈ PM ശ്രീ പദ്ധതി അപ്പോൾ കേരളത്തിൽ എന്താണ് ഈ രണ്ട് മുന്നണികളും ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ അത് ഒരേ കാര്യമല്ലേ എന്ന ചോദ്യമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും ഞാൻ പറഞ്ഞ ഈ നിയമപ്രശ്നം അല്ലെങ്കിൽ ഈ നിയമപരമായ കാര്യം എന്ന് പറഞ്ഞാൽ വാക്കിനെ വ്യാഖ്യാനിച്ചതല്ലാതെ താങ്കൾ ഈ പദ്ധതിയുടെ കരാറിന്റെ വിശദാംശങ്ങളിലേക്കോ അത് റദ്ദായി നിന്ന് പ്രത്യക്ഷമായ ചോദ്യത്തിന് ഉത്തരത്തിലേക്കോ വന്നിട്ടില്ല. ഒരു കാര്യമില്ല. 2 ഉപസമിതിയും ഒന്നല്ല. ഞങ്ങൾ വെച്ച ഉപസമിതി PM ശ്രീ നടപ്പാക്കാതിരിക്കാനുള്ള ഉപസമിതിയാണ്. ഇപ്പൊ വെച്ചിട്ടുള്ള ഉപസമിതി PM ശ്രീ നടപ്പാക്കാനുള്ള ഉപസമിതിയാണ്. അതാണ് വ്യത്യാസം. അത് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വരുന്ന ആളുകൾ ബോധ്യമാകുമായിരിക്കും. ഞങ്ങൾ ഇത് നടപ്പാക്കാതിരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പോ തർക്കമുണ്ടാവുന്നത് ഇത് നടപ്പാക്കാൻ പോകുമ്പോഴാണ്. നിങ്ങൾ അന്ന് നടപ്പാക്കുന്നതിനെ എതിർത്തവരാണ്. ഇന്നിപ്പോ നിങ്ങളുടെ നിലപാട് മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ നിയമസാധുതയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായം തന്നെയാണ്. കേന്ദ്രവും കേരളവും ഒപ്പിട്ട ഒരുപാട് കരാറുകളുണ്ട്. നിങ്ങൾ കരാറുകളുടെ ഒരു ചരിത്രം നോക്ക്. ഏതൊക്കെ കരാറുകൾ നടപ്പായി, ഏതൊക്കെ ഉപേക്ഷിക്കപ്പെട്ടു, ഏതൊക്കെ നിർജീവമായി നമുക്ക് കാണാൻ പറ്റും. കരാർ ഒപ്പിട്ടു എന്നും അത് റദ്ദായി പോയിട്ടില്ല എന്നും പറയുന്നത് സാങ്കേതികമാണ്. കേരളത്തിന് നടപ്പാക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ മനസ്സില്ല, ഇല്ല എന്നാണ് അർത്ഥം. അതിന് പൊളിറ്റിക്കൽ വില്ല് വേണം. അത് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ ആ നിലപാട് പറഞ്ഞു. അതാണ്. എത്ര വേണം ചോദിച്ചു? താങ്കൾ പറഞ്ഞ SSK ഫണ്ട് തടയുന്ന അല്ലെങ്കിൽ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടേണ്ടി വന്നു. അപ്പോഴും നിങ്ങൾ പറഞ്ഞ പൊളിറ്റിക്കൽ നിലപാട് സ്റ്റാൻഡ് അവിടെ നിൽക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാവ്യവൽക്കരണം അത് തടയും, അല്ലെങ്കിൽ അതിന് രാഷ്ട്രീയമായ ഒരു ബില്ലുള്ള അല്ലെങ്കിൽ അത്തരം ഒരാളുകളാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യം അവിടെ നിൽക്കുകയാണ്. ഈ SSK ഫണ്ട് കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒപ്പിടുമ്പോഴും ഈ ഒരു കരാറിന്റെ വ്യവസ്ഥ കൂടിയാണ്, അല്ലെങ്കിൽ കരാറിന്റെ ഭാഗം കൂടിയാണ് നിങ്ങൾ പേടിച്ചിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പൊതുസമൂഹത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ കാവ്യവൽക്കരണം. അതിനെ തടയാൻ നിങ്ങൾ എന്ത് മുൻകരുതലെന്ന് ഒപ്പിടുമ്പോഴും? പൊതുസമൂഹത്തെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്ന എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതല്ല, ഇതിന് ചോദ്യത്തിന് ഉത്തരം പറയും. ഒരു വാക്കിൽ പിടിക്കാൻ. വാക്കിലല്ല. താങ്കൾ നേരത്തെയും ഒരു വാക്കിൽ പിടിച്ചാണ് നിങ്ങൾ വിശദീകരിച്ചത്. നിങ്ങൾ കാര്യത്തിലേക്ക് പോയി. അതിനകത്ത് എന്താണ് ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം താങ്കൾക്ക് മനസ്സിലാകാതിരിക്കാൻ മാത്രമുള്ള ഒരു അതൊന്നും ഇല്ലാന്നാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. എന്ത് മുൻകരുതലുള്ള SSK ഫണ്ടിന്റെ പേരിലാണെങ്കിലും PM ശ്രീ പദ്ധതിയില്ലാതെ കരാറിൽ ഒപ്പിടാമെന്ന് കേരളം തീരുമാനിക്കുമ്പോൾ അന്ന് ഭരിച്ച ഇടത് സർക്കാർ ഈ കാവ്യവൽക്കരണം എന്ന രീതിയെ തടയാൻ എന്ത് മുൻകരുതൽ എടുത്തു? അതാണ് എന്റെ ചോദ്യം. ഇപ്പൊ ചോദ്യം കറക്റ്റായി.
പറഞ്ഞു വിശ്വസിപ്പിച്ചെന്ന് പറയുമ്പോൾ ഇല്ലാത്തൊരു കാര്യം നമ്മൾ പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്ന് വരും. ഇങ്ങനെ ചോദിച്ചാൽ എനിക്ക് വിരോധമില്ല. അതിനുള്ള മറുപടി ഇതാണ്. പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് അതിന്റെ അപകടം പറഞ്ഞു ബോധ്യപ്പെടുത്തി എന്ന ചോദ്യം ആ രീതിയിൽ അങ്ങനെ വിശാലം അങ്ങനെയല്ല, രണ്ടിനും രണ്ടർത്ഥമാണുള്ളത്. അത് അങ്ങനെ വിശാലാർത്ഥത്തിൽ എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അല്ല, എന്റെ ചോദ്യം ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടോ? ഉത്തരം പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലല്ല. നിങ്ങൾ ദീർഘമായി ചോദിച്ചു, ഞാൻ മറുപടി പറയുമ്പോൾ കേൾക്കണോ? അതൊരു പരസ്പര ബഹുമാനത്തിന്റെ ഭാഗം. പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ മലയാള വാക്കിന്റെ അർത്ഥം അയഥാർത്ഥമായ ഒരു കാര്യത്തെ മറ്റൊരു തരത്തിൽ വിശ്വസിപ്പിച്ചു എന്നാണ്. അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തി എന്നൊക്കെ പറയാം. അത് പോട്ടെ, നമ്മൾ ആ കാര്യം തർക്കിക്കേണ്ട ഒരു വിഷയമല്ല, അതൊരു മാറ്റർ അല്ല. കേട്ടപ്പോൾ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഈ കാര്യത്തിൽ ചോദ്യത്തിന്റെ മറുപടി എന്ന് പറഞ്ഞാൽ എന്ത് മുൻകരുതലാണ് അല്ലെങ്കിൽ നടപടിയാണ് ഈ കാവ്യവൽക്കരണം നടക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സ്വീകരിച്ചതെന്നല്ലേ ചോദ്യം. അതിന്റെ മറുപടിയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് വ്യക്തമാകാത്തതാണ്. ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒപ്പിട്ട പദ്ധതി അല്ല എന്നാണ് മറുപടി. ന്യായം പറയുന്നതൊക്കെ വ്യക്തികൾക്ക് അനുസരിച്ചല്ല. നിങ്ങൾക്ക് ന്യായമായി തോന്നില്ല? വളരെ ആലോചനകൾക്ക് ശേഷം അല്ലെങ്കിൽ വളരെ വലിയ സമരങ്ങൾക്കൊടുവിൽ അത് മുന്നണിക്കെടുത്ത തർക്കങ്ങളൊക്കെ മാറി നിൽക്കട്ടെ, അതിൽ ഒപ്പിടാൻ തീരുമാനിക്കുമ്പോൾ ഈ കാവ്യവൽക്കരണ ഭീതിയെ ചെറുക്കാൻ എന്ത് ചെയ്തു, എന്ത് നടപടി എടുത്തു? അതിലെങ്ങനെയാണ് ഒപ്പിട്ട് നടപ്പാക്കാൻ വേണ്ടി അല്ലാതെ ഒപ്പിട്ടതെന്ന് എങ്ങനെയാണ് പറയാ? നിങ്ങളുടെ അഭിപ്രായങ്ങളായി നിൽക്കട്ടെ. അതിനെ തൃപ്തിപ്പെടുത്താൻ അല്ലല്ല, പറയട്ടെ. നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ വിലയിരുത്തലും നിങ്ങൾ അതിനെ അങ്ങനെ വിലയിരുത്തുന്നു, ഞങ്ങൾ അതിനെ അങ്ങനെ അല്ല വിലയിരുത്തുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒപ്പിട്ട ഉടനെ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിന് ആവശ്യമായ തുടർ നടപടികളിലേക്ക് കടക്കണം എന്ന് കേന്ദ്രം കേരളത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. ആ ഘട്ടത്തിൽ കേരളം കൊടുത്ത മറുപടി ഉടനടി തുടർ നടപടികളിലേക്ക് കടക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയട്ടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന മറുപടി കൊടുക്കുന്നു. അതിനുശേഷം മന്ത്രിയും സംഘവും കേന്ദ്രമന്ത്രിയെ നേരിട്ട് കണ്ട് PM ശ്രീ പദ്ധതിയെ ഒരു പദ്ധതി എന്ന നിലയിൽ ഞങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അസന്നിഗ്ധമായി പറയുന്നു. പകരം ഞങ്ങൾക്ക് ലഭിക്കാനുള്ള SS ഫണ്ട്, സമഗ്ര ശിക്ഷാ ഫണ്ട് ലഭിക്കണം എന്ന നിലയും പറയുന്നു. അപ്പൊ ഒപ്പിട്ടില്ലെങ്കിൽ, പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ ഫണ്ട് ലഭിക്കുന്നതല്ല എന്ന് കൃത്യമായി മനസ്സിലാവുന്ന ഘട്ടത്തിൽ പദ്ധതി, അപ്പോഴേക്ക് മറ്റു പല പശ്ചാത്തലമുണ്ട്, പദ്ധതി നടപ്പാക്കാൻ ഈ MOU നിർത്തലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പശ്ചാത്തലം വിവരിച്ചുകൊണ്ട് കത്തും കൊടുക്കുന്നു. ഈ ഒരു ഘട്ടത്തിലും PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നു എന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യം അപ്രസക്താണ്. നിങ്ങൾക്ക് ബോധ്യമായിക്കോണമെന്നില്ല. എനിക്ക് എന്റെ മറുപടി നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യമാണ്. അല്ല, അത് പഴയൊരു കാര്യമാണ്. പിന്മാറിയ കാര്യവും ഈ നിർത്തലാക്കിയ കാര്യവും തമ്മിൽ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥയായിട്ട് തലയൊക്കെ ആട്ടുന്നത്? ഞാൻ നിങ്ങളുടെ എല്ലാ ചോദ്യവും കേട്ട് ക്ഷമയോടെ ഇരിക്കുകയല്ലേ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഏത് ചോദ്യത്തിനും ഞാൻ മറുപടി പറയും. പിന്നെ നിങ്ങൾ തർക്കിക്കാൻ തയ്യാറായിട്ടാണെങ്കിൽ നിങ്ങൾ അതും ആയിക്കോട്ടെ, പറഞ്ഞോളൂ. നിങ്ങളുടെ വ്യക്തത നിങ്ങളെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് ഇപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചാൽ ഒരുപാട് സമയം എടുക്കും. ഞാൻ തയ്യാറാണ്, കാരണം എനിക്കിപ്പോ പെട്ടെന്ന് എങ്ങോട്ടേലും പോകാനില്ല. നമുക്ക് അങ്ങനെ തുടരാം. ശരി, നിങ്ങൾ ചോദിച്ചു. ഇനി എന്തെങ്കിലും ചോദിച്ചു. വ്യക്തത നിങ്ങൾക്കുണ്ടാവില്ല, കാരണം നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു നിലപാടുണ്ട്. അത് ഞാൻ അതിനെ വിമർശിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു നിലപാടുണ്ട്, എനിക്കതിൽ വ്യത്യസ്തമായ ഒരു നിലപാടാണ്. ഞാൻ എന്റെ നിലപാട് വിശദീകരിക്കുന്നു. നിങ്ങളുടെ ചോദ്യം കേൾക്കുമ്പോൾ തോന്നുന്നത് നിങ്ങളുടെ നിലപാടിലേക്ക് ഞാൻ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ്. അത് നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ. എനിക്ക് എന്റെയും നിങ്ങൾക്ക് നിങ്ങളുടെയും നിലപാടും ബോധ്യവുമാണ്. നിങ്ങൾ നിങ്ങളുടെ ബോധ്യങ്ങൾ നിൽക്കൂ. ഞാൻ CPM-ന് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു. അല്ലെങ്കിൽ തന്നെ നമ്മൾക്ക് ഒരേ അഭിപ്രായം ആവില്ല എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പല്ലേ? മുൻവിധിയാണോ? ഞാൻ വ്യക്തിപരമായിട്ടല്ല പറഞ്ഞു. എനിക്ക് വ്യക്തിപരമായിട്ട് നിങ്ങളെ അങ്ങനെ അറിയുകയില്ലല്ലോ. ഞാൻ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ഞാൻ ഇനി വ്യക്തമായി പറയാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് രണ്ട് നിലപാടാണെന്നുള്ള കാര്യം വ്യക്തമല്ലേ എല്ലാ കാര്യത്തിലും. ഒരു വിഷയത്തിൽ രണ്ട് സർക്കാരുകൾ രണ്ട് ഉപസമിതി വെക്കും. LDF വെക്കുന്ന ഉപസമിതി ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാതിരിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാനും, UDF വെക്കുന്ന ഉപസമിതി ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഉള്ള തീരുമാനം എടുക്കാനുള്ള ഉപസമിതിയുമാണ്. എങ്ങനെയാണ് അത് രണ്ടും വ്യക്തമാണ്. കാരണം LDF സർക്കാർ ഉപസമിതിയെ വെക്കുന്ന സമയത്ത് കേരളത്തിൽ ഈ വിഷയം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
വലിയ വിമർശനങ്ങളുടെയും ചർച്ചകളുടെയും ഒക്കെ തുടർച്ചയിലാണ് ആ ഉപസമിതിയെ വെക്കുന്നത്. അന്നത് വ്യക്തമാണ്, ഈ പദ്ധതി നടപ്പിലാക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് ഗവൺമെന്റ് കടക്കുകയാണ്. അപ്പോ അതിന് സാങ്കേതികമായി ചില കാര്യങ്ങൾ അവലംബിക്കേണ്ടി വരും. അതിനുവേണ്ടി വെച്ചതാണെന്നുള്ള കാര്യം വ്യക്തമാണ്. ആ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താ സംശയം എനിക്ക് അറിഞ്ഞൂടാ. ആർക്കും ഒരു സംശയമുള്ള കാര്യമല്ല. കത്ത് ഈ ഉപസമിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടാണല്ലോ ഇവിടെ റദ്ദായി എന്നല്ല ഞാൻ പറഞ്ഞത്. പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കുഴിച്ചു മൂടിയ പദ്ധതി വീണ്ടും മണ്ണ് വന്ന് പുറത്തെടുക്കും. കുഴിച്ചു മൂടിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞത്. ആ കഴിഞ്ഞ കാര്യത്തിൽ പിന്നെ അതിന് പുറത്ത് വീണ്ടും മണ്ണ് കല്ലുവിടാൻ വേണ്ടിയാണോ ഒരു ദിവസം? അല്ല, ഞാൻ പറഞ്ഞത് ആ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. LDF ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി, രേഖാമൂലവും അല്ലാതെയും മുഖതാവിലും വ്യക്തമാക്കി. അപ്പൊ ആ പൊസിഷനിൽ നിൽക്കുകയാണ്, നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതാണ് നിൽക്കുന്ന പൊസിഷൻ. UDF തെരഞ്ഞെടുപ്പ് സമയത്ത് ഉടനീളം പറഞ്ഞത് ഈ പദ്ധതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ വന്നാൽ റദ്ദാക്കും, അറബിക്കടലെറിയും, അങ്ങനെ കാലങ്കാരികമായി പലതും പറഞ്ഞു. സത്യത്തിൽ അവർക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും അതിനെ പൊലിപ്പിക്കേണ്ടതില്ല. LDF നിന്നിടത്ത് നിന്ന് അതിനെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതായത് നടപ്പാക്കാതിരിക്കുക, അല്ലെങ്കിൽ ഈ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നില്ല എന്ന LDF പരസ്യപ്പെടുത്തിയ, രേഖാപരമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആ നിലപാടിൽ നിന്ന് വ്യത്യാസം വരാതിരുന്നാൽ തന്നെ പ്രശ്നമില്ല. എന്നാൽ ഇപ്പോൾ അവരുദ്ദേശിക്കുന്നത് ഈ പദ്ധതി നടപ്പാക്കാനാണ്. അതിന്റെ തുടക്കം എന്ന നിലയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രിയും തദ്ദേശ മന്ത്രിയും ഒക്കെ കുറച്ച് ദിവസങ്ങളായി അതിനൊരു പശ്ചാത്തലം ഒരുക്കുന്നുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ ആർജവത്തോടെ ഞങ്ങളിത് അറബിക്കടലിലെറിയുന്നൊന്നും ആരും പറയുന്നില്ല. ഇപ്പോ ഈ ഉപസമിതിയെ വെച്ചത് ഇത് നടപ്പാക്കാനാണെന്നും നടപ്പാക്കുന്നതിനൊരു ന്യായം കണ്ടുപിടിക്കാൻ വേണ്ടി ചില വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ, ഇപ്പൊ കള്ളെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു പ്രകോപനം വേണ്ട, അതാണ് PM ശ്രീയുടെ പണം വാങ്ങി എന്നുള്ള പ്രചരണം. അതുപോലെ ഇതിനെ സാധൂകരിക്കാൻ കരിക്കുലവും മറ്റും ഇവിടെ തീരുമാനിക്കണം എന്ന് ഇളവ് ആവശ്യപ്പെട്ടു എന്നൊരു കാര്യം. അതുപോലെ സ്കൂൾ തെരഞ്ഞെടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതിനെ സാധൂകരിക്കാൻ ശ്രമിക്കുന്നു. അതായത് PM ശ്രീ പദ്ധതി ഞങ്ങൾ നിർത്തലാക്കും, ഉപേക്ഷിക്കും എന്ന് പറഞ്ഞ UDFന്റെ നേതൃത്വം ഇപ്പോ പദ്ധതിയുടെ വക്താക്കളായി നടപ്പാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ സർക്കാർ ഈ പദ്ധതിയിൽ ഒപ്പിട്ടത് നമ്മൾ മലയാളം പറഞ്ഞ കേന്ദ്രത്തെ പറ്റിക്കുന്നു, അതായത് ഇതിൽ ഞങ്ങൾ ഒപ്പിടുന്നു, മറ്റു വ്യാഖ്യാനം ഞാൻ അതിലൊന്നും പറയാൻ, അതാണ് ഉദ്ദേശം എന്നാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. അതുപോലെ ഈ സർക്കാർ കേന്ദ്രത്തെ പറ്റിക്കാൻ നമുക്കറിയാം. അവർ അങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നത്. അവർ കേരളത്തിന്റെ മുമ്പാകെ പറഞ്ഞിട്ട് ഇപ്പോൾ 2 മാസമല്ലേ ആയിട്ടുള്ളൂ. അവരുടെ പ്രഖ്യാപനം എന്തായിരുന്നു? ഒപ്പം അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തായിരുന്നു നിലപാട്? ഇപ്പൊ തെലങ്കാനയിലും അതുപോലെ കർണാടകയിലും, ഹിമാചലിലെ കാര്യം നോക്കണം, തെലങ്കാനയിലും കർണാടകയിലും ഒക്കെ അത് സംബന്ധിച്ച് ഒരു കണക്ക് കണ്ടത്, കർണാടകയിൽ 560 പള്ളിക്കൂടങ്ങൾ PM ശ്രീ സ്കൂളുകളാണ്, തെലങ്കാനയിൽ 832 സ്കൂളുകൾ PM ശ്രീ സ്കൂളുകളാണ്. അപ്പോ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി മാറി. അങ്ങനെ മാറിയിട്ടാണ് കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ ആത്മവഞ്ചനാപരമായ ഒരു നിലപാട് അവർ പറഞ്ഞത്. അപ്പൊ അവരുടെ നയം ഇത് തന്നെയാണ്. ഇപ്പൊ അവര് നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഈ ഉപസമിതി എന്ന് എങ്ങനെ പറയുമെന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ പറഞ്ഞു തീർത്തിട്ട് പറയാം. മറ്റ് സംസ്ഥാനങ്ങളിൽ അവർ സ്വീകരിച്ച നിലപാട്, 2 ഗവൺമെന്റ് വന്നതിന് ശേഷം മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ഇങ്ങനെ ഒരു നിഗമനത്തിൽ എത്താൻ കഴിയൂ. ഇനി മറിച്ച് ഈ മന്ത്രിസഭാ ഉപസമിതിയൊക്കെ വെച്ചതിന് ശേഷം LDF ഗവൺമെന്റിന്റെ അതേ നിലപാട് ഞങ്ങളും തുടരുന്നു, ഞങ്ങൾ ഈ പദ്ധതി നടപ്പാക്കുന്നില്ല എന്ന പൊസിഷനിലേക്ക് അവർ വരണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത്രയും മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ പുതുതായി പറയുന്ന കാര്യമല്ല. ഒപ്പിടുന്നത് BJP സർക്കാരുമായിട്ട് അതിനകത്തൊരു കാര്യം ഉണ്ടാകും എന്ന് ചിന്തിച്ചിരിക്കും. ഈ ഫണ്ട് ഒപ്പിട്ടവരുടെ ഈ പൈസ തരും എന്നാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഈ പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അവർ ഈ പൈസ തരുമെന്ന ചിന്ത ഉണ്ടായിരുന്നു. അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. കാര്യം അവർക്ക് എന്തെങ്കിലും ഇതിനകത്ത് ത്രൂക്കൺ മൈൻഡിൽ ചെയ്യാനോ അതുപോലും വിലയിരുത്താതാണോ ഈ ഒരു പദ്ധതിയിലേക്ക് പോയത് എന്നാണ് ചിന്തിക്കുന്നത്, എന്നാണ് ചോദിക്കുന്നത്. അന്നത്തെ ഒരു കാര്യമാണ് ചോദിക്കുന്നത്. പക്ഷെ PM ശ്രീയുടെ ഫണ്ടല്ല നമ്മൾ വാങ്ങിയിട്ട് ചെയ്യുന്നത്. SSA സമഗ്ര ശിക്ഷ ഫണ്ട്
നമ്മുടെ സംസ്ഥാനത്തിന് അവകാശപ്പെട്ടതും നമ്മൾ ചെലവഴിച്ച പൈസയാണ്. PM ശ്രീയുമായിട്ട് അതിന് നേരിട്ട് ബന്ധമില്ല. പക്ഷെ രാഷ്ട്രീയ അധികാരം ദുരുപയോഗം ചെയ്ത് PM ശ്രീയിൽ ഒപ്പിടാതെ ഇത് തരാതിരിക്കുകയാണ്. അപ്പോ PM ശ്രീയിൽ ഒപ്പിട്ടിട്ട് PM ശ്രീയുടെ ഫണ്ട് കിട്ടുകയാണെങ്കിൽ പദ്ധതി നടപ്പാക്കി, അല്ലെങ്കിൽ സ്കൂൾ തെരഞ്ഞെടുത്തു എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ PM ശ്രീ ഒപ്പിടുന്നതോടുകൂടി ആ ഫണ്ട് കിട്ടുന്നുള്ളതാണ് അന്നത്തെ സ്ഥിതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെയാണ് അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ അതിൽ എനിക്ക് പറയാനില്ല. ഈ PM ശ്രീയിൽ ഒപ്പിട്ട് ഇവരുടെ ഒരു ഇടപാടാണെന്ന് വിചാരിക്കാനുള്ള ഒരു ബോധം നമുക്ക് അന്ന് ഉണ്ടായില്ല എന്ന് ചോദിക്കുന്നത്. ഇവരെത്രയും മോശക്കാരാണ് നമ്മൾ കാണേണ്ടതായിരുന്നു. BJP സർക്കാരുമാണല്ലോ, അത് നമുക്ക് അങ്ങനെ വിലയിരുത്താൻ. അതെ അതെ, അതിൽ പുറത്തും പറയില്ല. കത്തോട് കൂടിയിട്ട് ഈ അധ്യായം അവസാനിച്ചു എന്നാണ് സർക്കാർ കരുതുന്നത്. രണ്ടാം ഘട്ടമാണ് ചോദ്യം. ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അല്ലല്ല, എനിക്ക് ചോദ്യത്തോട് പ്രതിപത്തിയില്ല. നിങ്ങൾക്ക് സാധ്യമായത്ര ചോദ്യം, മറ്റേ നിങ്ങൾക്കുള്ള സമയം എത്രയും എടുത്തു വെക്കുക. ഞാനത് ആദ്യം പറഞ്ഞിരിക്കുന്നു, അതിന്റെ മറുപടി പറഞ്ഞിരിക്കുന്നു. കരാറിന്റെ എല്ലാ കാര്യങ്ങളും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞുപോയി. അല്ലെങ്കിൽ ഇനി ആ പദ്ധതി നമ്മൾ പേടിക്കേണ്ടതില്ല, അല്ലെങ്കിൽ നമ്മൾ ഇനി അതിനകത്ത് വേറെ തുടർ നടപടികളൊന്നും എടുക്കേണ്ടതില്ല. ഇല്ല, ആ പദ്ധതി നമ്മൾ നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഏത് കേന്ദ്ര പദ്ധതിയും ഒരു പദ്ധതി, ഈ പദ്ധതി അല്ല ഞാൻ പറയുന്നത്, ഏത് കേന്ദ്ര പദ്ധതി മറ്റൊരു പദ്ധതി എന്ന് കരുതിക്കോളൂ. ഒരു പദ്ധതിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒപ്പിട്ടു എന്നിരിക്കുക. ആ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള സ്റ്റെപ്പ് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല എന്ന് കരുതുക. ആ പദ്ധതി എങ്ങനെ നടപ്പാകും? അങ്ങനെ ഉദാഹരണമുള്ള കുറെ പദ്ധതികൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ പദ്ധതി ഒപ്പിടുന്നു, MOU ഒപ്പിടുന്നു. പല കാരണങ്ങളാൽ പദ്ധതി ഇങ്ങനത്തെ കാരണമായിരിക്കില്ല, പദ്ധതി നടപ്പാക്കാനുള്ള നടപടി സംസ്ഥാനം സ്വീകരിക്കുന്നില്ല, പദ്ധതി നടപ്പാവില്ല. കേന്ദ്രം വന്നിട്ട് ഇവിടുത്തെ ഓരോ സ്കൂൾ എടുത്തിട്ട് ഇത് PM ശ്രീ ആണെന്ന് പറഞ്ഞിട്ട് അവിടെ നടപ്പാക്കുമോ കേരളത്തിൽ? അങ്ങനെയല്ലല്ലോ രീതി. രണ്ടു കൂട്ടരും നടപ്പാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോഴാണ് പദ്ധതി നടപ്പാവുക. അതാണ് അനുഭവം. ഇന്നത്തെയോ തുടർ നടപടി തൽക്കാലത്തേക്ക് ഈ പദ്ധതി മരവിപ്പിക്കുന്നു, ഞങ്ങളില്ല എന്ന് പറയുന്നു. അതിൽ തുടർ തീരുമാനങ്ങളും തുടർ നടപടികളും അത് അതിന്റെ സാങ്കേതികത്വങ്ങളൊക്കെ ഉണ്ടാവും. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. അതിലെന്തെങ്കിലും തീരുമാനം ഉണ്ടായിട്ടുണ്ട്? മന്ത്രിസഭാ ഉപസമിതി നമ്മൾ രൂപീകരിച്ചിട്ട് പിന്നെ തുടർന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അപ്പോഴേക്കും തെരഞ്ഞെടുപ്പൊക്കെ വന്നില്ലേ, അതിന്റെ കാര്യങ്ങളെ കുറിച്ച് എനിക്കറിയില്ല. പറ്റുന്നില്ലെങ്കിൽ പിന്നെ പിരിയാം. എന്താണ് ഇനിയുണ്ടോ? ഇല്ല. അപ്പോൾ ശരി.